ഗൈസ് വെൽക്കം ബാക്ക് ടു വെബ്സൈറ്റ് ടെക്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 4 ആയ മെഡീവൽ ഇന്ത്യ കോൺസെപ്റ്റ് ഓഫ് കിങ്ഷിപ്പ് ആൻഡ് നേച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന ഒരു വലിയ ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആ ചാപ്റ്ററിലേക്ക് നേരെ. അപ്പോൾ ഇപ്പോൾ ആദ്യമുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സുൽത്താൻസിൻ്റെ ടോപ്പിക്കാണ്. സുൽത്താനേറ്റ് പീരീഡിൽ ഉള്ളൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. Sultans implemented centralized rule in the administrative system. സുൽത്താനേറ്റ് റൂളേഴ്സ് ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയിരുന്നു സുൽത്താനേറ്റ് പീരീഡിൽ. അപ്പോൾ ആ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. ദ ഇൻഫ്ലുവൻസ് ഓഫ് ടർക്കിഷ് ട്രഡീഷൻ. ടർക്കികളുടെ ട്രഡീഷൻ ഇൻഫ്ലുവൻസ് ചെയ്തു. സുൽത്താൻ വാസ് ദ ഹെഡ് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ, മിലിറ്ററി ആൻഡ് ജുഡീഷ്യറി. സുൽത്താനാണ് കിങ് അല്ലെങ്കിൽ ഹെഡ് ആ അഡ്മിനിസ്ട്രേഷൻ്റെയും മിലിറ്ററിൻ്റെയും ജുഡീഷ്യറിൻ്റെയും. ദർ വർ ഡിഫറെൻറ്റ് മിനിസ്റ്റേഴ്സ് ഇൻ ഓഫീസേഴ്സ് ടു അസിസ്റ്റ് ദ കിങ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. കുറേ ഓഫീസേഴ്സും മിനിസ്റ്ററുകളും ഉണ്ടായിരുന്നു കിങ്ങിനെ അസിസ്റ്റ് ചെയ്യാൻ. ആൻ എക്സാക്ട് ലോ ഓഫ് സക്സഷൻ വാസ് ആബ്സെൻറ്റ്. ഒരു നിയമത്തിൻ്റെ കറക്റ്റ് ആയിട്ട് വിജയം ഇല്ലായിരുന്നു. ദ ലീഡർഷിപ്പ് ഓഫ് കാലിഫേറ്റ് ഓഫ് ബാഗ്ദാദ് വാസ് അക്സെപ്റ്റഡ്. ഈ കാലിഫേറ്റിൻ്റെ ലീഡർഷിപ്പ് ബാഗ്ദാദിൽ അക്സെപ്റ്റഡ് ആയിരുന്നു. എ സ്ട്രോങ് ആർമി വാസ് മെയിൻറ്റെയിൻഡ് ടു ഡിഫെൻഡ് ദ കൺട്രി ഫ്രം ദ ത്രെറ്റ് ഓഫ് ഇൻവേഷൻസ് ആൻഡ് ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ദ എംപയർ. ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ആർമി മെയിൻറ്റെയിൻ ചെയ്ത് ഈ കൺട്രീനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. അത് വേറെ ആൾക്കാർ ഇവരുടെ എംപയർ കീഴടക്കുമെന്നുള്ള പേടി കൊണ്ടായിരുന്നു ഇവരങ്ങനെ ചെയ്തിരുന്നത്. ദ വാസ്റ്റ് കൺട്രി വാസ് ഡിവൈഡഡ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ഫോർ ദ കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഈ വാസ്റ്റ് ആയിട്ടുള്ള കൺട്രി കുറേ റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതൊക്കെ അഡ്മിനിസ്ട്രേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു. റീജിയണൽ ലോസ് പ്രിവെയിൽഡ് അറ്റ് ദ വില്ലേജ് ലെവൽ. പറഞ്ഞാൽ മതപരമായിട്ടുള്ള നിയമങ്ങൾ വില്ലേജിൽ നടന്നിരുന്നു. ഇനി ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് നോക്കുന്നത്. ഫോർ ദ കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ദ എംപയർ വാസ് ഡിവൈഡഡ് ഇൻറ്റു പ്രൊവിൻസസ്, ഷിക്സ്, പർഗനാസ് ആൻഡ് വില്ലേജസ്. ഈ അഡ്മിനിസ്ട്രേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എംപയർ ഷിക്സ്, പർഗനാസ്, വില്ലേജസ് എന്ന രീതിയിൽ തരംതിരിച്ചിരുന്നു. സെപ്പറേറ്റ് ഓഫീസേഴ്സ് വർ അപ്പോയിൻറ്റഡ് ഫോർ ഈച്ച് ഡിവിഷൻ. ഓരോ ഡിവിഷനിലും ഓരോ ഓഫീസേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ദർ അതോറിറ്റി വാസ് നോട്ട് ഹെറിഡിറ്ററി. പാരമ്പര്യമായിട്ട് അല്ലായിരുന്നു ഇവരുടെ പോസ്റ്റ് കൊടുത്തിരുന്നത്. ദേ വർ അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് സുൽത്താൻ. സുൽത്താൻ്റെ ഡയറക്റ്റ് കൺട്രോളിലായിരുന്നു ഇവരുള്ളത്. ഇക്ത സിസ്റ്റം. ഡിവിഷൻസ് വർ നോൺ ആസ് ഇക്താസ്. ഇതിൽ ഇവർ ഈ സുൽത്താനേറ്റ് പീരീഡിൽ കുറേ ഡിവിഷൻ നടന്നു. ഈ മിലിറ്ററി കമാൻഡൻസിനൊക്കെ വേണ്ടിയിട്ട് കുറേ ഡിവിഷൻ നടന്നു. ആ ഡിവിഷൻസിനെയാണ് ഇക്താസ് എന്ന് പറയുന്നത്. ആൻഡ് ദെയർ ഹോൾഡേഴ്സ് വെർ നോൺ ഇൻ ഡിഫറെൻറ്റ് നെയിംസ് ആസ് ഇക്തദാർ, മുക്തി ആൻഡ് വാലി. ഇവരുടെ ഓരോ ഡിവിഷനിലുമുള്ള ഹോൾഡറുകളുടെ പേര് ഇക്തദാർ, മുക്തി, വാലി എന്നിവയായിരുന്നു. The revenue collection and judicial administration of these divisions were main duties. അങ്ങനെ കുറേ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും ആവശ്യമില്ല. ആകെ നമുക്കിതിൽ പഠിക്കാനുള്ളത് ഇക്ത സിസ്റ്റത്തിലെ അവരുടെ ഓരോ ഡിവിഷൻസിനും ഇക്താസ് എന്നായിരുന്നു പറയുന്നത്. ഈ ഓരോ ഇക്തയുടെ ഓണർ ഇക്തദാർ, മുക്തി, വാലി. അത് എങ്ങനെയാണ് നമ്മൾ ആകെ പഠിക്കാനുള്ളത്. ഇനി മാർക്കറ്റ് റിഫോംസ് ആണ് ഇതിലൊക്കെ അത്യാവശ്യം പഠിക്കാനുണ്ട്. ഗവൺമെൻറ് ഫിക്സ്ഡ് ദ പ്രൈസസ് ഓഫ് എസെൻഷ്യൽ കൊമോഡിറ്റീസ്. ഗവൺമെൻറ്റാണ് ഈ സാധനങ്ങളുടെയൊക്കെ പൈസ ഫിക്സ് ചെയ്തിരുന്നത്. ഹെൻസ് ദ മെർച്ചൻസ് വർ ഫോഴ്സ്ഡ് ടു സെൽ ദിയർ പ്രൊഡക്ട്സ് അറ്റ് ദ ഫിക്സ്ഡ് പ്രൈസ്. അതുകൊണ്ട് തന്നെ വ്യാപാരക്കാരുകൾ അവരുടെ പ്രൊഡക്റ്റുകൾ അതേ പൈസയിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് അവരെ നിർബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് മാർക്കറ്റേഴ്സ് ആൻഡ് ഹോർഡേഴ്സ് വർ സ്ട്രിക്ട്ലി പണിഷ്ഡ്. ബ്ലാക്ക് മാർക്കറ്റ് ചെയ്യുന്നവരും ഇങ്ങനെ കൈക്കൂലി വാങ്ങി പണി ചെയ്യുന്നവരെയൊക്കെ സ്ട്രിക്ട്ലി പണിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് വർ യൂണിഫൈഡ്. വെയ്റ്റും മെഷറുകളൊക്കെ കൃത്യമായിട്ട് യൂണിഫൈ ചെയ്തിരുന്നു. അതിനൊക്കെ പണിഷ്മെൻറ്റും ഉണ്ടായിരുന്നു. ദ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്ഡ് ഗ്രാനറീസ് ടു സ്റ്റോർ ദ ഗ്രെയിൻസ് ബ്രോട്ട് ഫ്രം ദ പെസൻസ്.
ഈ എന്താ പറയുക പെസൻസ് എന്ന് പറഞ്ഞാൽ സാധാ തൊഴിലാളിക്കാരിൽ നിന്ന് കുറേ കൃഷിയിൽ ഉണ്ടാക്കുന്ന ഗ്രെയിനുകൾ പറഞ്ഞാൽ അരി അങ്ങനത്തെ വിഭവങ്ങളെല്ലാം എന്താ പറയുക ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഗ്രാനറി ആയിട്ട് സ്റ്റോറുകളിൽ കൊടുത്തിരുന്നു. ദ കോൺസ് were distributed during the time of famines at a moderate price. കോണുകൾ എന്താ പറയുക ഒരു ടൈമിൽ ഫേമിൻസിൽ ഒരു എന്താ പറയുക ചെറിയ ഒരു തുകക്ക് കൊടുത്തിരുന്നു. ഓഫീസേഴ്സ് were appointed for the strict implementation of market regulations. ഓഫീസറുകളായിരുന്നു ഈ എന്താ മാർക്കറ്റിലെ എന്താ പറയുക ലോ ഒക്കെ പാലിക്കേണ്ട സ്ട്രിക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഇവരൊക്കെ ആയിരുന്നു ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടത്തേണ്ട ആൾക്കാർ. ഇനി അടുത്തത് മുഗൾ അഡ്മിനിസ്ട്രേഷനാണ്. മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് അക്ബർനാമ എന്ന ബുക്ക് ചെയ്തത് അബുൽ ഫസലാണെന്നാണ്. പിന്നെ നമുക്ക് മുഗൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഫീച്ചേഴ്സാണ് പഠിക്കാനുള്ളത്. ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്ഷിപ്പ് പറഞ്ഞാൽ കിങ്ഷിപ്പിൻ്റെ റൈറ്റ് എന്താ പറയുക വളരെ വാസ്റ്റായിട്ടായിരുന്നു. നല്ല റൈറ്റ് ആയിരുന്നു കിങ്ഷിപ്പിനുള്ളതന്നെ. ഹെറിഡിറ്ററി ആയിരുന്നു കിങ്ഷിപ്പ്. ദ ഇൻഫ്ലുവൻസ് ഓഫ് ടർക്കിഷ് ആൻഡ് മോംഗോൾ ട്രഡീഷൻ. ഈ ടർക്കിഷ് ആയിട്ടുള്ള ട്രഡീഷനും ഉണ്ടായിരുന്നു, മോംഗോൾ ട്രഡീഷനും ഉണ്ടായിരുന്നു. പവർ സെൻട്രലൈസ്ഡ് ഇൻ ദ കിങ്. പവറുകളെല്ലാം കിങ്ങിലായിരുന്നു സെൻട്രലൈസ് ചെയ്തിരുന്നത്. ബേസ്ഡ് ഓൺ മിലിറ്ററി പവർ പറഞ്ഞാൽ സൈന്യങ്ങളിൽ നിന്നായിരുന്നു ഇവർക്ക് പവർ ബേസ് കിട്ടിയത്. അസിസ്റ്റൻസ് ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. മിനിസ്റ്ററുകളും ഓഫീഷ്യൽസും ഒക്കെ ആയിരുന്നു ഈ കിങ്ങിൻ്റെ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എക്സിസ്റ്റൻസ് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ഉണ്ടായിരുന്നത് ഒന്നായിരുന്നു ഒരു മെയിൻ ഫീച്ചർ. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇവരുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനിൽ പറയുന്നത്. The Mughals paid special attention to the local administration for the convenience of administration. The country was divided into subas, sarkars, parganas and villages. അപ്പോൾ നോക്കാം, മുഗളുകൾ ലോക്കൽ അഡ്മിനിസ്ട്രേഷന് വളരെ നല്ല അറ്റൻഷൻ കൊടുത്തിരുന്നു. ഈ അഡ്മിനിസ്ട്രേഷൻ്റെ എന്താ പറയുക എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ കൺട്രി നാലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. സുബാസ്, സർക്കാർസ്, പർഗനാസ്, പിന്നെ വില്ലേജസ്. There was a chain of officials for the administration of each division. ഒരു എന്താ പറയുക കൂട്ടം ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു ഓരോ അഡ്മിനിസ്ട്രേഷനും ഓരോ ഡിവിഷനും. The collection of revenue, judicial administration and supervision of the army were their responsibility. ഈ ടാക്സ് കളക്ട് ചെയ്യുക, റവന്യൂ കളക്ട് ചെയ്യുക, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ നല്ലോണം നടത്തുക, സൂപ്പർവിഷൻ നടത്തുക, എല്ലാവരെയും നമുക്ക് നോക്കി നടത്തുക, പിന്നെ നിയമമൊക്കെ പാലിക്കുക, പിന്നെ ഇവരൊക്കെ ആർമികളൊക്കെ നേതൃത്വം നൽകുക, ഇതൊക്കെ ആയിരുന്നു ഈ ഓഫീസേഴ്സിൻ്റെ എന്താ പറയുക റെസ്പോൺസിബിലിറ്റീസ്. ഇനി മുഗൾ അഡ്മിനിസ്ട്രേഷൻ അറ്റൈൻഡ് സ്ട്രെങ്ത് ഡ്യൂറിങ് ദ ടൈം ഓഫ് അക്ബർ. മുഗൾ അഡ്മിനിസ്ട്രേഷൻ അക്ബറുടെ സമയത്തായിരുന്നു സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തത്. ആസ് എ റൂളർ ഹിസ് എയിം വാസ് ടു വിൻ ദ സപ്പോർട്ട് ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ. ഈ റൂളറായിട്ട് ഈ അക്ബർ എന്ന റൂളറിൻ്റെ എന്താ പറയുക എയിം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാ പീപ്പിളിൻ്റെയും മനസ്സ് കീഴടക്കാനായിരുന്നു അക്ബറുടെ ലക്ഷ്യം. പറഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റൂളറായി നിൽക്കാനാണ് അക്ബറിൻ്റെ താല്പര്യം. ദ പോളിസീസ് അഡോപ്റ്റഡ് ബൈ അക്ബർ ഫോർ ദ സെയിം ആർ ഗിവൺ ബിലോ. ഇതിനു വേണ്ടിയിട്ട് അക്ബർ അഡോപ്റ്റ് ചെയ്ത പോളിസീസ്. അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ഓഫ് ബാദ്ഷാ-ഇ-ഹിന്ദ്, ദ എംപറർ ഓഫ് ഇന്ത്യ. ബാദ്ഷാ-ഇ-ഹിന്ദ് എന്ന പേര് അറ്റൈൻ ചെയ്തു. To maintain religious harmony, he formulated a new faith named Deen Ilahi by inculcating the ideas of all religion. എല്ലാ റിലീജിയൻ്റെയും ഐഡിയ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് അയാൾ സ്വന്തക്കായിട്ടൊരു മതം തുടങ്ങി. അതാണ് ദീൻ ഇലാഹി. The Rajputs such as Raja Todarmal, Birbal, മാൻ സിംഗ് എക്സെട്ര were appointed as high officials. രാജാ ടൊഡർമലും ബീർബലും മാൻ സിംഗും ഈ രാജ്പുട്സുകളെല്ലാവരും ഭയങ്കര ഹൈ ഒഫീഷ്യൽസ് ആയിരുന്നു. അക്ബറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒഫീഷ്യൽസ് ആയിരുന്നു. അക്ബർ ആൻഡ് ഹിസ് റിലേറ്റീവ്സ് മാരീഡ് രാജ്പുത് ലേഡീസ്. അക്ബറും അവരുടെ കുടുംബക്കാരും രാജ്പുത് ലേഡീസിനെയായിരുന്നു കല്യാണം കഴിച്ചിരുന്നത്. ദ ആർമി വാസ് സ്ട്രെങ്തൻഡ് ബൈ ഇൻക്ലൂഡിങ് ഡിഫറെൻറ്റ് സെക്ഷൻസ്. ഈ പടയാളികൾ കുറേ സെക്ഷനുകൾ ഉൾപ്പെട്ടിട്ടായിരുന്നു സ്ട്രെങ്ത് കൂടിയിരുന്നത്.
ഇനി ദീൻ ഇലാഹി അല്ലെങ്കിൽ തൗഹീദ് ഇലാഹി എന്നറിയപ്പെടുന്ന മതത്തിനെ കുറിച്ചാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. എമോങ് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഇൻ ദ കൺട്രി, ഇത് എത്രയോ ഈ കൺട്രിയിൽ തന്നെ എത്രയോ സെക്ഷനുകളിൽ ഈ ഒരു മതം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇൻ ഓർഡർ ടു ഹാവ് ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സസ്, അക്ബർ കൺസ്ട്രക്റ്റഡ് ദ ഇബാദത്ത് ഖാന അറ്റ് ഹിസ് ക്യാപിറ്റൽ ഫത്തേഹ്പൂർ സിക്രി. നമ്മൾ ഇതിൻ്റെയൊക്കെ ഈ മതത്തിൻ്റെ ഹെഡായിട്ട് വേണ്ടിയിട്ട് ഇബാദത്ത് ഖാന എന്ന ക്യാപിറ്റൽ ഒരു സാധനം അയാളുടെ ക്യാപിറ്റൽ ഫത്തേഹ്പൂർ സിക്രിയിൽ അയാൾ പണിഞ്ഞിരുന്നു. ഹീ ഫോർമുലേറ്റഡ് ദ ഐഡിയോളജി ഓഫ് ദീൻ ഇലാഹി. അയാളാണ് ദീൻ ഇലാഹി എന്ന ഐഡിയ ഫോർമുലേറ്റ് ചെയ്തത്. പിന്നെ ഇയാളുടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു സുൽഖ് ഹുൽ, പീസ് ടു ഓൾ, ഇതായിരുന്നു അയാളുടെ ബേസിക് കാര്യം. എല്ലാവരോടും സുൽഹുൽ എന്ന് പറയുന്നത് ആയിരുന്നു ഈ മതത്തിൻ്റെ പ്രത്യേകത. ഇനി മൻസബ്ദാരി സിസ്റ്റം. ദ ബേസ് ഓഫ് മുഗൾ അഡ്മിനിസ്ട്രേഷൻ വാസ് എ സ്ട്രോങ് മിലിറ്ററി സിസ്റ്റം. ഈ മുഗൾ അഡ്മിനിസ്ട്രേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മിലിറ്ററി സിസ്റ്റമാണ്. അക്ബർ അഡോപ്റ്റഡ് ദ മൻസബ്ദാരി സിസ്റ്റം. അക്ബറാണ് മൻസബ്ദാരി സിസ്റ്റം അഡോപ്റ്റ് ചെയ്തത്. മൻസബ് ഡിനോട്ട്സ് ദ റാങ്ക് ഓർ പൊസിഷൻ ഓഫ് എ മുഗൾ മിലിറ്ററി ഓഫീസർ. മൻസബ് പറയുന്നത് ഒരു റാങ്കോ അല്ലെങ്കിൽ പൊസിഷനോ, മുഗൾ മിലിറ്ററി ഓഫീസറിൻ്റെ റാങ്കോ പൊസിഷനോ ആണ് ഇതിൽ കാണിക്കുന്നത്. ഹു ഹെൽഡ് ദിസ് പൊസിഷൻ വർ കോൾഡ് മൻസബ്ദാർസ്. ആരൊക്കെയാണോ ഈ പൊസിഷനോ ഈ റാങ്കോ എടുക്കുന്നത് അവരെയാണ് മൻസബ്ദാർസ് എന്ന് പറയുന്നത്. ദ പൊസിഷൻ ഓഫ് ദീസ് ഓഫീസേഴ്സ്, their salary and military responsibilities were categorically determined through Mansabdari system. The rank of a Mansabdar was determined by the number of horses and cavalrymen he maintained. ഇവരുടെ സാലറി, ഇവരുടെ മിലിറ്ററിയുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ മൻസബ്ദാരി സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടും. റാങ്ക് ഓഫ് എ മൻസബ്ദാർ വാസ് ഡിറ്റർമൈൻഡ് ബൈ നമ്പർ ഓഫ് ഹോഴ്സസ് ആൻഡ് കാവലറി മാൻ ഹി മെയിൻറ്റെയിൻഡ്. ഈ ഹോഴ്സുകളുടെ എണ്ണവും പിന്നെ ഹോഴ്സുകൾ കൊണ്ടു നടക്കുന്ന ആൾക്കാരുടെ എണ്ണവും ഒക്കെ വെച്ചിട്ടാണ് ഈ മൻസബ്ദാറുടെ റാങ്ക് ഡിനോട്ട് ചെയ്യുന്നത്. ഈച്ച് മൻസബ് ഹാസ് 2 സബ് ഡിവിഷൻസ് കോൾഡ് സാത്ത് ആൻഡ് സവാർ. ഓരോ മൻസബിനും 2 സബ് ഡിവിഷനുകളാണുള്ളത്, സാത്തും സവാറും. ദ വേർഡ് സാത്ത് മീൻസ് ഇൻഡിവിജ്വൽ. സാത്ത് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്. ഇറ്റ് ഫിക്സസ് ദ റാങ്ക് ആൻഡ് സാലറി ഓഫ് എ പേഴ്സൺ ഇൻ ദ ആർമി. സാത്ത് ഒരു ആളുടെ സാലറിയും റാങ്കും ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുക ആർമിയിൽ. എന്നാൽ സവർ റിഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ഹോഴ്സസ് എ മൻസബ്ദാർ ഹാഡ് ടു മെയിൻറ്റെയിൻ. സവറാണ് ഇത്ര ഹോഴ്സുകൾ ഇവിടെ ആവശ്യമുണ്ട്, ഇത്ര ഇനി കൊടുക്കണം, ഇത്ര ഇനി വാങ്ങിക്കണം, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സവർ. എല്ലാവരുടെയും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് സവർ. ഇനി നമുക്ക് നോക്കാം ജാഗീർദാരി സിസ്റ്റം. ഈ നമ്മൾ പറഞ്ഞു ഇക്ത സിസ്റ്റം ഓഫ് സുൽത്താനേറ്റ് പീരീഡ്, അതിൻ്റെ ഒരു ഹയറാണ് ജാഗീർദാരി സിസ്റ്റം. ഇവിടെ തന്നെ പറയുന്നുണ്ട്, ദ ജാഗീർദാരി സിസ്റ്റം വാസ് എ ഹയർ ഫോം ഓഫ് ദ ഇക്ത സിസ്റ്റം ഓഫ് ദ സുൽത്താനേറ്റ് പീരീഡ്. ഒരു ഹൈ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പക്ഷേ ഇത് മുഗളിലും അത് സുൽത്താനേറ്റിലുമാണ് നടന്നത്. ഇറ്റ് വാസ് എ സിസ്റ്റം വിച്ച് ഗ്രാൻഡഡ് ലാൻഡ് ഇൻ ലീവ് ഓഫ് സാലറി ടു ദ മൻസബ്ദാർസ്. ഈ സിസ്റ്റത്തിൽ ലാൻഡായിരുന്നു സാലറി ആയിട്ട് മൻസബ്ദാർസിന് കൊടുത്തത്. ദ ലാൻഡ് ദസ് ഗ്രാൻഡഡ് വാസ് നോൺ ആസ് ജാഗീർ. അങ്ങനെ ഈ ലാൻഡ് കൊടുക്കുന്ന ആ ലാൻഡിനെ പറയുന്ന പേരാണ് ജാഗീർ. സച്ച് ഓഫീസേഴ്സ് വർ നോൺ ആസ് ജാഗീർദാസ്. ഇങ്ങനത്തെ ഓഫീസേഴ്സിനെ നമ്മൾ ജാഗീർദാസ് എന്നാണ് പറയുന്നത്. ആസ് ഇൻ ദ ഇക്ത സിസ്റ്റം ദ ജാഗീർദാസ് നെവർ ലിവ്ഡ് ഇൻ ഓർ റൂൾഡ് ഓവർ ദ ലാൻഡ് ദേ റിസീവ്ഡ്. ഈ ഇക്ത സിസ്റ്റത്തിന് പ്രകാരം ഒരിക്കലും ഇവിടെ ജീവിക്കുകയോ അല്ലെങ്കിൽ ആ ലാൻഡ് ഭരിക്കുകയോ ചെയ്യാൻ പാടുള്ളതുമല്ല. ദ പൊസിഷൻ ഓഫ് ജാഗീർദാർ വാസ് നോട്ട് ഹെറിഡിറ്ററി. ഈ ജാഗീർദാറുടെ പൊസിഷൻ ഒരിക്കലും ഈ മകനൊക്കെ അങ്ങനെ കൈമാറുന്നത് അല്ലായിരുന്നു. അസ്ക്രൈബ്ഡ് ലാൻഡ് വാസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ദ റവന്യൂ കളക്ഷൻ ഓഫ് ദിസ് ഏരിയ. ഈ ഇവരുടെ ആകെയുള്ളത് പറഞ്ഞാൽ ഇവരുടെ പേര് ആ ലാൻഡിൽ എഴുതും. പിന്നെ ഇവർക്ക് ഉള്ള യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവിടുത്തെ ടാക്സുകളൊക്കെ ഇവർക്ക് തന്നെ പിടിക്കാം. ദ ചോള അഡ്മിനിസ്ട്രേഷൻ. അടുത്തത് ചോള അഡ്മിനിസ്ട്രേഷനാണ്. ചോളാസ് വർ ദ പ്രീഡോമിനൻറ്റ് പൊളിറ്റിക്കൽ പവർ ഓഫ് സൗത്ത് ഇന്ത്യ ബിറ്റ്വീൻ ദ 9th and the 14th century CE. ചോള എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള പൊളിറ്റിക്കൽ പവറിൽ 9th ഉം 14th century CE ഇടയിൽ വരുന്നതാണ് ചോളകൾ. ദ കൺട്രി വാസ് റൂൾഡ് ബൈ എ സെൻട്രൽ ഗവൺമെൻറ് വിച്ച് ഇൻക്ലൂഡഡ് ദ കിങ് ആസ് ദ സോവറീൻ അതോറിറ്റി.
ഈ കൺട്രി റൂൾ ചെയ്യുന്നത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ആണ്. അതിൽ കിങ് ആണ് അതിൽ സോവറൈൻ അതോറിറ്റി, ഏറ്റവും വലിയ അതോറിറ്റി കാണിക്കുന്നത്. മിനിസ്റ്റേഴ്സ് ആസ് അഡ്വൈസേഴ്സ് ആൻഡ് ഓഫീസേഴ്സ്. മിനിസ്റ്റർ ആയിരുന്നു അവിടെ അഡ്വൈസേഴ്സ്, ഓഫീസേഴ്സും അതിൻ്റെ അഡ്വൈസേഴ്സ് ആയിരുന്നു. ദേ ഫോളോഡ് ദ പെട്രിനിയൽ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ്. ഇവ എന്താ പറഞ്ഞാൽ ഹെറിഡിറ്ററി ആയിട്ടല്ല, ഇവിടെ വോട്ടെടുപ്പ് അങ്ങനത്തെ രീതിയിലായിരുന്നു ഇവ എന്താ ഇൻഹെറിറ്റൻസ് കൈമാറിയിരുന്നത്, പൊസിഷൻ കൈമാറിയിരുന്നത്. ദ ചോള അഡ്മിനിസ്ട്രേഷൻ വാസ് റെഗുലേറ്റഡ് ത്രൂ റോയൽ ഡിക്രീസ്. ചോള അഡ്മിനിസ്ട്രേഷൻ ഒരു റോയൽ ഡിക്രീസിലൂടെയായിരുന്നു റെഗുലേറ്റ് ചെയ്തത്. ദ ഓർഡേഴ്സ് ഓഫ് ദ കിങ്സ് were circulated to other officers by an important officer known as ഒലൈനയക്കം. An important feature of the Chola administration was a strong military system including the navy. ഇവരുടെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ചോള അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. ഇവിടെ സ്ട്രോങ് മിലിറ്ററി സിസ്റ്റമാണ് നേവി. അത് നേവി ഉണ്ട്, ആർമി ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. For the Sheikh administration, the Chola kings divided the country into mandalams, valanadus, nadus and kotams. ഈ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇവ ചോള കിങ്സ് മാണ്ടലംസ്, വലനാഡൂസ്, നാഡൂസ് പിന്നെ കോട്ടംസ് എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്തിരുന്നു. എ ഗ്രൂപ്പ് ഓഫ് ഓട്ടോണമസ് വില്ലേജസ് ഫോംഡ് എ കോട്ടം. ഈ എന്താ പറയുക ഓട്ടോണമസ് വില്ലേജ്, കാരണം കുറേ വില്ലേജുകൾ കൂടിയിട്ടാണ് ഒരു കൊട്ടം ഉണ്ടാക്കിയത്. All the responsibilities and authorities relating to the administration of the village were vested with the people of the village. എല്ലാ റെസ്പോൺസിബിലിറ്റീസും എന്താ പറയുക വില്ലേജിന് UR എന്ന വില്ലേജുകൾക്കായിരുന്നു കൊടുത്തത്. 2 കൗൺസിൽസ് ഉണ്ടായിരുന്നു, URും സഭയും. ഇവർ രണ്ടായിരുന്നു ഒരു വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ഫങ്ഷൻ ചെയ്തത്. ദ പീപ്പിൾ ഓഫ് ദ ഹോൾ വില്ലേജ് വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ UR, whereas the സഭ വാസ് ഓൺലി എ കൗൺസിൽ ഓഫ് ദ ബ്രാഹ്മിൻസ്. ബ്രാഹ്മിൻസിനായിരുന്നു സഭ, എന്നാൽ വില്ലേജ് മൊത്തം UR ആയിരുന്നു. These councils assembled on the premises of the temple. The features of the Sabha are given below. ഇവരുടെ ഫീച്ചറൊക്കെയാണ് അടിയിൽ പറയുന്നത്. There were specific regulations for the functioning of Sabha. സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു സഭയ്ക്ക് വേണ്ടിയിട്ട്. The Sabha was divided into many panchayats with separate responsibility for administrative convenience. സഭ കുറേ പഞ്ചായത്തുകളായിട്ട് തരംതിരിച്ചിരുന്നു, വിത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെ കൂട്ടിയിട്ട്. ദ മെമ്പേഴ്സ് ഓഫ് ദ പഞ്ചായത്ത്സ് were determined through both selection and election. ഈ സെലക്ഷനും എലക്ഷനും ഒക്കെ അനുസരിച്ചാണ് ഓരോ പഞ്ചായത്തുകളും ഡിസൈഡ് ചെയ്തിരുന്നത്. ദ മെമ്പേഴ്സ് were elected annually. ഓരോ മെമ്പറും ആനുവലി എലക്റ്റ് ആയിരുന്നു. 1 person could serve as the member of the panchayat for a maximum of 3 consecutive terms. 3 ടേമുകൾ അനുസരിച്ചിട്ടായിരുന്നു ഒരു പേഴ്സണിന് മെമ്പർ പഞ്ചായത്തായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നത്. Those who were accused crimes such as bribery and theft were not given the chance to contest in the election. ഈ കൈക്കൂലി വാങ്ങിക്കുന്നതും കക്കുന്നവർക്കുമൊന്നും ഈ കോണ്ടസ്റ്റിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ഇലക്ഷനിൽ പങ്കെടുക്കാനോ ഉള്ള റൈറ്റ് ഇല്ലായിരുന്നു. ദ മെമ്പർ ഓഫ് ദ സഭ വർ കോൾഡ് പെരുമക്കൾ ആൻഡ് ദ മെമ്പർ ഓഫ് ദ പഞ്ചായത്ത്സ് വർ നോൺ ആസ് വാരിയ. ഈ സഭയുടെ മെമ്പേഴ്സിനെ പെരുമക്കൾ എന്നും പിന്നെ വാരിയയുടെ മെമ്പേഴ്സിനെ പെരുമക്കൾ എന്നും, രണ്ടും വാരിയ പെരുമക്കളും പിന്നെ സഭയുടെ പെരുമക്കൾ എന്നുമായിരുന്നു അറിയപ്പെടുന്നത്. All the responsibilities and powers relating to the administration of village were vested with the Sabha. എല്ലാ റെസ്പോൺസിബിലിറ്റീസും പവറുകളും അഡ്മിനിസ്ട്രേഷൻ്റെ എല്ലാം സഭയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. ലെറ്റ് സീ ഇറ്റ്സ് പവർ. അവരുടെ പവർ ഒന്ന് നോക്കാം. റിസീവ് ലാൻഡ് ഓഫ് ദ ടെമ്പിൾസ്. ടെമ്പിളുകളുടെ ലാൻഡ് റിസീവ് ചെയ്യുന്നു. കളക്ട് ടാക്സ് ബൈ സർവേയിങ് ലാൻഡ്. ഈ ലാൻഡുകളൊക്കെ പുതുക്കി പണിഞ്ഞിട്ട് അതിന് ടാക്സ് വാങ്ങിക്കുന്നു. അണ്ടർടേക്ക് പബ്ലിക് വർക്ക്സ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ഈ പബ്ലിക്കായിട്ട് ഇവർക്ക് വെൽഫെയർ ഫണ്ടുകളൊക്കെ ഇവരിൽ നിന്ന് ചുരുക്കുന്നു. കീപ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്. അക്കൗണ്ടും റെക്കോർഡൊക്കെ വെക്കുന്നു. കണ്ടക്ട് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ വില്ലേജ്. ജുഡീഷ്യൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ കണ്ടക്ട് ചെയ്യുന്നു. നമ്മൾ വിജയനഗര എംപയറിലേക്കാണ് പോകുന്നത്. ദ സപ്പോർട്ട് ഓഫ് എ സ്ട്രോങ് ആർമി ടു പ്രൊട്ടക്ട് ദ കൺട്രി ഫ്രം ദ എനിമീസ്. they constructed large forts. ഇവർ പറഞ്ഞാൽ സ്ട്രോങ് ആർമി ആയിരുന്നു. ഇവർ സ്ട്രോങ് ആർമി ഉണ്ടാക്കിയ തന്നെ എനിമീസിനെ പ്രൊട്ടക്റ്റ്. ഇവരൊക്കെ ഭയങ്കര പേടിച്ച് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. they constructed large forts. വലിയ വലിയ ഫോർട്ട്സൊക്കെ കൺസ്ട്രക്ട് ചെയ്തു.
The central administration of the Vijayanagara Empire was called Nayangara system and the local administration Ayyagar system. Central administration നായങ്കാരും the local administration അയ്യഗാറും. നമുക്ക് നായങ്കര സിസ്റ്റർ നോക്കാം. The king was the head of the central administration of the Vijayanagara Empire. There was only a small army under the direct control of the king. ഇനി the provincial governors maintained fixed number of soldiers of their own. They provided the service of the army to the king whenever necessary. അപ്പം ഇവർക്ക് ഒരു ചെറിയ ആർമി ഉണ്ടായിരുന്നു, അവർ മാത്രമേ കിങ്ങിൻ്റെ ആ കൺട്രോളിലുണ്ടായിരുന്നു. ദ പ്രൊവിൻഷ്യൽ ഗവർണേഴ്സ് മെയിൻറ്റെയിൻ ഫിക്സ്ഡ് നമ്പർ ഓഫ് സോൾജേഴ്സ്. ഓരോ ഗവൺമെൻറ്റും ഓരോ സോൾജേഴ്സിനെ നോക്കിയിരുന്നു. ദേ പ്രൊവൈഡഡ് ദ സർവീസ് ഓഫ് ദ ആർമി ടു ദ കിങ് വെനെവർ നെസസറി. ഇവരൊക്കെ കിങ്ങിന് സർവീസ് തരുന്നു, എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും കിങ്ങിൻ്റെ സർവീസ് നൽകും. ആസ് ദേ വർ ഓൾസോ മിലിറ്ററി ഹെഡ്സ്, ദ കിങ് അവാർഡഡ് ദം വിത്ത് ദ ടൈറ്റിൽ ഓഫ് നായക് അലോങ് വിത്ത് സ്പെസിഫിക് ഏരിയ ഓഫ് ലാൻഡ്. ഇവർ മിലിറ്ററി ഹെഡ് കൂടി ആയതിനാൽ കിങ് ഇവർക്ക് എപ്പോഴും വന്നാൽ ടൈറ്റിൽ കൊടുക്കും, അതാണ് നായക്. അങ്ങനെയാണ് നായങ്കര സിസ്റ്റം നടക്കുന്നത്. ഇനി അയ്യഗാർ സിസ്റ്റം. കൺവീനിയൻസിന് വേണ്ടിയിട്ട് എന്താ പറയുക, എംപയർ കുറേ ഡിവൈഡ് ചെയ്തു, നാടും വില്ലേജുമായിട്ട്. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ വില്ലേജ് വാസ് ഡൺ ബൈ ഓഫീസേഴ്സ് നോൺ ആസ് അയ്യഗാർസ്. ഡേയും ആയിട്ട് ഒരു ദിവസം മൊത്തം അയ്യഗാർ സിസ്റ്റത്തിൽ അയ്യഗാറുകളായിരുന്നു, ഇവരായിരിക്കും ആ പോസ്റ്റ് കിട്ടുന്നത്. ഇതാണ് അയ്യഗാർ സിസ്റ്റം. The position of Ayyagars in the village administration was equal to the position of Nayagar in the central administration. വില്ലേജുകളിൽ അയ്യഗാർ എങ്ങനെയാണോ അതേപോലെയാണ് നായകാർ സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിലുണ്ടായിരുന്നത്. ഇനി നമുക്ക് മറാത്ത അഡ്മിനിസ്ട്രേഷൻ നോക്കാം. Functions of ministers in the council called Ashtapradhan, which helped the Maratha ruler Shivaji in his administration. ഈ ഫങ്ഷനുകളൊക്കെയാണ് എന്താ പറയുക, അഷ്ടപ്രധാൻ എന്ന രീതിയിൽ മറാത്ത റൂളർ ശിവാജിക്ക് വേണ്ടിയിട്ട് അയാൾ ഉണ്ടാക്കിയതാണ് അഷ്ടപ്രധാൻ. പേഷ്വ പ്രൈം മിനിസ്റ്റർ, പേഷ്വയാണ് പ്രൈം മിനിസ്റ്റർ അവിടെ. നായിദക്ഷ് ചീഫ് ജുഡീഷ്യൽ ഓഫീസർ, അമത്യ ഫിനാൻസ് ഓഫീസർ, സച്ചിവ് റോയൽ കറസ്പോണ്ടൻസ്, മാൻട്രി പ്രൈവറ്റ് സെക്രട്ടറി ഓഫ് ദ കിങ്, Pandit Rao religious and charitable activities, Somat foreign affairs, Sempati military. നമുക്ക് അടുത്ത് നോക്കാം ഫീച്ചേഴ്സ് ഓഫ് മറാത്ത അഡ്മിനിസ്ട്രേഷൻ. ദർ വാസ് an espionage to observe various officers and state affairs. Local administration was prevailed. ഒരു നല്ല എസ്പിയോണേജ് പറഞ്ഞാൽ നല്ല റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉള്ള ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർ സ്റ്റേറ്റ് അഫെയർസിലുണ്ടായിരുന്നു. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പ്രിവെയിൽ ചെയ്തിരുന്നു. ഇനി അടുത്ത് നോക്കാം ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മറാത്താസ്. മറാത്ത കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻ ടു മെനി പാർട്സ് ഓഫ് കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. കുറേ പാർട്ടിൽ എന്താ പറയുക അഡ്മിനിസ്ട്രേഷൻ സിമ്പിളാക്കാൻ വേണ്ടി കുറേ പാർട്ടായി ഡിവൈഡ് ചെയ്തിരുന്നു. ദീസ് ഡിവിഷൻസ് വർ പ്രൊവിൻസസ്, ഡിസ്ട്രിക്ട്സ്, പ്രാന്താസ്, പർഗനാസ് ആൻഡ് വില്ലേജസ്. ഡിസ്ട്രിക്റ്റ്, പർഗനാസ്, വില്ലേജസ് എന്ന രീതിയിലാണ് തരംതിരിച്ചത്. ദ ഓഫീസേഴ്സ് വർ ഡയറക്ട്ലി അപ്പോയിൻറ്റഡ് ബൈ ദ കിങ്. ഓഫീസേഴ്സൊക്കെ ഡയറക്ട്ലി കിങ് ആയിട്ടായിരുന്നു അപ്പോയിൻറ്റ് ചെയ്തിരുന്നത്. ദ കൺട്രി വാസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു ടു, സ്വരാജ്യ, മുൽഗലായി. രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത്, സ്വരാജ്യം, മുൽഗലയും. ദ സ്വരാജ്യ വാസ് ദ ടെറിട്ടറീസ് ഓഫ് ദ മറാത്താസ്, വെറാസ് ദ മുൽഗലൈ വാസ് ദ റീജിയൻസ് അന്നക്സ്ഡ് ടു ദ കിങ്ഡം. എന്താ പറയുക സ്വരാജ്യമായിരുന്നു മറാത്തകളുടെ ടെറിട്ടറി, എന്നാൽ മുലഗൈ പറഞ്ഞത് റീജിയൻസ് അന്നക്സ്ഡ് ദ കിങ്ഡം, കിങ്ഡത്തുമായിട്ട് ബന്ധപ്പെട്ട എന്താ പറയുക റീജിയനുകൾ കീഴടക്കുന്ന ആൾക്കാരായിരുന്നു. In addition to the land tax collected from the Maratha country, Swarajya or Swarajya, two kinds of taxes, Chauth and Sardeshmukhi, were collected from the annexed regions. Annexed regions നിന്ന് സ്വരാജ്യ എന്ന മറാത്ത കൺട്രിയിൽ നിന്ന് അടുത്തിൽ നിന്ന് എന്താ പറയുക ചൗത്ത് എന്ന ടാക്സും സർദേശ് എന്ന ടാക്സും കളക്ട് ചെയ്തിരുന്നു. ഇത്രത്തോളം നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഇവിടുത്തെ ലെറ്റസസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പം മിഡ് ടേം എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ സോഷ്യൽ കുറേ എടുത്തു. ഇനി ഇതിപ്പോൾ നാലാമത്തെ ചാപ്റ്റർ ഹിസ്റ്ററി എടുത്തു, നേരത്തെ ജിയോഗ്രഫി എടുത്തിരുന്നു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങളെല്ലാവരും ഇതിൻ്റെ നോട്ട്സ് വാട്സപ്പിലുണ്ടാവും, അപ്പോൾ അതും അല്ലെങ്കിൽ ടെലഗ്രാമിലുണ്ടാവും, അതിലെടുത്തും കാണുക. അപ്പം എല്ലാവർക്കും ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.